ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെറും 2 സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ സ്നാക്കാണ് ഇത്. പൊട്ടറ്റോ സ്മൈലിയുടെ റെസിപ്പിയാണ്. കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന അതേ രുചിയിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം വീട്ടിൽ തന്നെ. ഇതിൽ നമ്മൾ മസാലകളോ പൊടികളോ ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെയാണ് ഈ ഒരു സ്മൈലി നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാവേ. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഒന്ന് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു 2 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. അത് ഇതേ രീതിയിലൊന്ന് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് നമുക്കിനി ഒരു ബൗളിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഒരു 1/2 കപ്പ് വരുന്ന രീതിയിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മളിതിലേക്ക് എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കുന്നില്ല, വെറും കോൺഫ്ലവർ മാത്രം മതിയേ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ നമ്മുടെ പൊട്ടറ്റോ സ്മൈലിക്ക് കിട്ടുമേ. അങ്ങനെ നമ്മൾ പൊട്ടറ്റോ എല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആ പൊട്ടറ്റോ നമ്മൾ ആ ഒരു കോൺഫ്ലവറുമായിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്, നമ്മൾ ആ പൊട്ടറ്റോയുടെ നനവിൽ തന്നെ കുഴച്ചെടുക്കണം. അഥവാ എന്നിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഈ കിഴങ്ങ് ഉടച്ച് ചേർക്കുമ്പോൾ ഒട്ടും കട്ടകളില്ലാത്ത നല്ല പോലെ ഉടച്ച് ചേർക്കണമേ. എങ്കിൽ മാത്രമേ ഇത് പരത്തിയെടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തോളേ. അന്നേരം ആ ഒരു പൊട്ടറ്റോ ഒക്കെ നല്ല രീതിയിൽ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല, ഞാനിതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലേ. 2 പൊട്ടറ്റോയ്ക്ക് 1/2 കപ്പ് കോൺഫ്ലവറാണ് ചെടുത്തത്. എന്നിട്ട് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഞാൻ കിഴങ്ങ് പുഴുങ്ങിയെടുത്തപ്പോൾ ഉപ്പ് ചേർത്താണ് എന്നത് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് കോൺഫ്ലവറിന് ആവശ്യമായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. കോൺഫ്ലവറും ഈ ഒരു പൊട്ടറ്റോയും കൂടെ ആകുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ കയറി ഒട്ടിപ്പിടിക്കും. അതൊഴിവാക്കാൻ കുറച്ച് ഓയിൽ ചേർത്ത് വേണം ഇതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കണവേ. ഓയിൽ ചേർക്കുമ്പോൾ നല്ല രീതിയിൽ അത് അയഞ്ഞു വരും. ഈ ഒരു പരുവത്തിന് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതേ രീതിയിൽ കുഴച്ചെടുക്കാവേ. അതുപോലെ തന്നെ നമ്മൾ കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ ഒത്തിരി വെന്ത് വെള്ളം കയറിപ്പോവരുത്. ഒരു മാവ് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാനേ. എങ്കിൽ മാത്രമേ ഉടയ്ക്കുമ്പോൾ തഴികളില്ലാതെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടത്തോളേ. ഇതുപോലെ നമ്മൾ കുഴച്ച് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യാനുസരണം നമുക്ക് ഇതുപോലെ എടുത്ത് ഫ്രൈ ചെയ്യാനും പറ്റുവേ. ഇതുപോലെ കുഴച്ച് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൻ്റെ അടുത്ത് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ട സമയത്തൊക്കെ നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് ഇതേ രീതിയിൽ ചെറിയ ബോളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പം വലിയ ബോൾ പിടിച്ചിട്ട് എടുക്കുന്നുണ്ട്, ചെറിയ ബോളിലും കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇതേ രീതിയിലൊന്ന് ബോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണവേ. അങ്ങനെ ഞാനൊരു പ്രസ്സിൽ വെച്ച് കൊടുത്ത് ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇങ്ങനെയും നമുക്ക് ചെയ്യാവേ. ഒരു രീതിയിൽ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ്. സ്മൈലി ആകുമ്പോൾ അത്ര വലുത് വേണ്ട. ഇനി നമുക്ക് ഇത്ര വലുപ്പത്തിൽ വേണ്ടെങ്കിൽ നമുക്ക് ആ വലിപ്പം കുറയ്ക്കാവേ. നല്ലൊരു ഷേപ്പിൽ വേണ്ടിയിട്ട് ഞാനൊരു ഓയിലിൻ്റെ ഒരു മൂടിയിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു മൂടിയിൽ നമുക്ക് ഇങ്ങനെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഈ ഒരു അളവിൽ വേണം നമുക്ക് സ്മൈലി എല്ലാം ചെയ്തെടുക്കാനുവേ. ഒത്തിരി അങ്ങ് കട്ടി കുറഞ്ഞു പോകരുത്, അത്യാവശ്യം കട്ടി തന്നെ വേണം നമുക്കിതിന്. അങ്ങനെ പിന്നെ നമുക്ക് പ്രസ്സിലല്ലാതെ തന്നെ ആയാലും നമുക്കിതുപോലെ ഒന്ന് ഒരു ഉരുളയാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ആ ഒരു പരത്തുന്ന അതേ മൂടിയില്ലേ, ആ മൂടിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പരന്നു വരും. ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. നല്ലൊരു ഷേപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയേ. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ ബോളും ഇതേ രീതിയിൽ ചെയ്തെടുക്കണേ. ഈ ഒരു കട്ടിയിലും വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് സ്മൈലി ചെയ്തെടുക്കാവേ. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവേ. കണ്ണുകൾ ഉണ്ടാക്കാനായിട്ട് ഒരു സ്ട്രോ ഉപയോഗിക്കാവേ. അതുപോലെ തന്നെ ചിരി വരയ്ക്കാനായിട്ട് ഒരു സ്പൂണും ഇതുപോലെ നമുക്ക് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാവേ. നമുക്കതുപോലെ തന്നെ സ്മൈലി വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതുമാണ്.
ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു ഇഷ്ടമായിരിക്കും ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. കടകളിൽ നിന്നൊക്കെ നമ്മൾ പൊട്ടറ്റോ ചിപ്സ് വാങ്ങിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിൽ നല്ലത് ഇതുപോലെ നമ്മളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുത്താൽ നല്ലതായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുവേ. ഇതുപോലെ സ്മൈലിയൊക്കെ വരച്ചവർക്ക് കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാനായിട്ടും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കുവേ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചാണ് നമ്മളിത് ചെയ്തെടുത്തത്. വെറും 2 ചേരുവകൾ മാത്രം മതിയേ, ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കോൺഫ്ലവറും. ഈ 2 ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തേക്കുന്നതും. പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പും. കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് നമ്മളിതിൽ ചില്ലി ഫ്ലെക്സോ അതുപോലെ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കാഞ്ഞത്. അത് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ മാവൊന്ന് കുഴയ്ക്കുന്ന സമയത്ത് ഈ ചില്ലി ഫ്ലെക്സോ അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ നമുക്കതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുത്താൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ നമ്മളിതെല്ലാം സ്മൈലി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്, എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി ഓരോന്നെടുത്ത് നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഓയിൽ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളേ. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്ത ആ വാക്കിൽ തന്നെ നമ്മൾ ഇതിൽ തിരിച്ച് മറിച്ചിടാൻ നിൽക്കരുത്, പെട്ടെന്ന് അത് പൊട്ടിപ്പോവേ. അന്നേരം ഇത് കുറച്ച് നേരം നമ്മൾ ഓയിലിൽ അങ്ങനെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ. അങ്ങനെ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാകുകയും ചെയ്യുക. ഒത്തിരി താമസമൊന്നുമില്ല ഇത് കുക്കായി വരാനായിട്ട്. നമുക്കിത് ഫ്രിഡ്ജിലായാലും സൂക്ഷിക്കാവുന്നതാണ്. സ്മൈലി പോലെ പരത്തി നമുക്ക് ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ആവശ്യാനുസരണം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ് ഈ ഒരു പൊട്ടറ്റോ സ്മൈലിക്ക്. നമുക്കിതൊന്ന് 2 സൈഡ് ഇതേ രീതിയിലൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ പൊട്ടറ്റോ വേവിച്ചെടുക്കാനും. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നമ്മൾ ആ പൊട്ടറ്റോയുടെ നനവിൽ തന്നെ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനും. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പം മൊത്തം എണ്ണയിൽ പൊട്ടിപ്പോവേ. നല്ല ഗോൾഡൻ നിറത്തിൽ നമുക്ക് നമ്മുടെ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റാവേ. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്, നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. നമ്മൾ ബാക്കി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഈസി സ്നാക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്നതാണ്. ഇവിടെ നമ്മുടെ പൊട്ടറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ പൊട്ടറ്റോ സ്മൈലി ചായയുടെ കൂടെ കഴിക്കാൻ ഇത് ബെസ്റ്റാണ്. നിങ്ങളും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.